പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഫെഡറലിസം എന്നതിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് ഫെഡറലിസം എന്നതിനെ പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ടാക്കി തരിക, നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫെഡറലിസം എന്നാൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റും ഒന്നിലധികം സംസ്ഥാന ഗവൺമെൻറ്റുകളുമുള്ളൊരു സംവിധാനത്തെയാണ് ഫെഡറലിസം എന്ന് ചുരുക്കത്തിൽ വിളിക്കുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ്റും ഒന്നിലധികം സംസ്ഥാന ഗവൺമെൻറ്റുകളുമുള്ള സംവിധാനമാണ് ഫെഡറലിസം. ഓക്കെ, അപ്പോൾ ഫെഡറലിസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഫെഡറലിസം എന്ന ആശയം ഉരുത്തിരിഞ്ഞു വന്നതിന് ഫ്യൂഡസ് എന്നുള്ള ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കരാറ്, സന്ധി എന്നൊക്കെയാണ്. മാത്രമല്ല ചുരുക്കത്തിൽ നമ്മളിപ്പോൾ ഫെഡറലിസത്തെ വിലയിരുത്തുന്നതാണെങ്കിൽ വിവിധ പ്രാദേശിക ഭരണപ്രദേശങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു കരാറിൽ ഏർപ്പെട്ട് ഒരു വലിയ ഭരണപ്രദേശം സൃഷ്ടിക്കുന്നതിന് ചുരുക്കത്തിൽ നമുക്ക് ഫെഡറലിസം എന്ന് വിലയിരുത്താം. ഓക്കെ, ഇതിന് കൃത്യമായിട്ടുള്ളൊരു നിർവചനം ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഫെഡറലിസം എന്ന ആശയം ഉരുത്തിരിഞ്ഞു വന്നത് ഫ്യൂഡസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കരാർ, സന്ധി എന്നൊക്കെയാണ്. അതായത് വിവിധ പ്രാദേശിക ഭരണപ്രദേശങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു കരാറിൽ ഏർപ്പെട്ട് ഒരു വലിയ ഭരണപ്രദേശം സൃഷ്ടിക്കുന്നതിന് ചുരുക്കത്തിൽ ഫെഡറലിസം എന്ന് വിലയിരുത്താം. ഓക്കെ, അതായത് സ്വതന്ത്രമായ നിരവധി സ്റ്റേറ്റുകൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് രാഷ്ട്രമായി തീരുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ സ്വതന്ത്രമായ നിരവധി സ്റ്റേറ്റുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു രാഷ്ട്രമാക്കും. അപ്പോൾ കൂടാണ്ട് അതിലേതെങ്കിലും ഒരു കേന്ദ്ര ഭരണമായ പ്രദേശം ഉണ്ടാകും. അപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഒന്നുണ്ടാകും, അതുപോലെ തന്നെ ഒന്നിലധികം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഉണ്ടാകും. അപ്പോൾ ഈ സംവിധാനമാണ് ഫെഡറലിസം. ഓക്കെ, അതായത് ഫെഡറലിസത്തിൽ ഗവൺമെൻറ്റിന് ഭരണകൂടത്തിന് ഫെഡറൽ എന്നും അതുപോലെ തന്നെ കേന്ദ്രീകൃതമെന്നും രണ്ട് സ്വഭാവ സവിശേഷതകളാണ് ഉള്ളത്. ഓക്കെ, അതായത് ഈ സ്റ്റേറ്റുകളുടെ എല്ലാം തന്നെ അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിന് ഫെഡറൽ എന്നും കേന്ദ്രീകൃതമെന്നും രണ്ട് സ്വഭാവ സവിശേഷതകളുണ്ട്. അപ്പോൾ മാത്രമല്ല സ്വതന്ത്രമായ നിരവധി സ്റ്റേറ്റുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു രാഷ്ട്രമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു രാഷ്ട്രമായി തീരുന്നത്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിന് ഫെഡറൽ എന്നും കേന്ദ്രീകൃതമെന്നുമുള്ള രണ്ട് സ്വഭാവ സവിശേഷതകളുണ്ട്. അതായത് ഈ രണ്ട് സ്വഭാവ സവിശേഷതകളും വികസിച്ച് വന്നിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ അധികാര വികേന്ദ്രീകരണത്തെ അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിനെ അടിസ്ഥാനമായാണ് ഈ രണ്ട് സ്വഭാവങ്ങളും വികസിച്ച് വന്നിട്ടുള്ളത്. ഇന്ന് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഭൂരിപക്ഷം രാജ്യങ്ങളും ഇന്ന് ഈ രണ്ട് രീതിയിലുള്ള ഗവൺമെൻറ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അതായത് ഇന്നത്തെ കാലത്ത് കേന്ദ്രീകൃത ഭരണഘടനയുള്ള രാജ്യത്തിന് ഉദാഹരണമാണ് ബ്രിട്ടന്, ഫ്രാൻസ്, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ. ഓക്കെ, എന്നാൽ ഫെഡറൽ സ്വഭാവമുള്ള ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് USA, ഇന്ത്യ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെല്ലാം തന്നെ ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റും ഒന്നിലധികം സംസ്ഥാന ഗവൺമെൻറ്റുകളുമുള്ള സംവിധാനമാണ് ഫെഡറലിസം. ഓക്കെ, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി തരിക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.